രക്ഷിക്ക്. ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. നിന്റെ ഈ മോഹം ഒരിക്കലും ഞാൻ അനുവദിച്ചു തരില്ല മായേ. അങ്ങനെ ഒരു മനപ്പായസം നീ കാണുകയേ വേണ്ട. ഇപ്പൊ ഞാനൊരു കാര്യം തീരുമാനിച്ചു. നീ ജീവിക്കേണ്ടത് ആദിയോടൊപ്പം തന്നെയായിരിക്കും. നടക്കാത്ത കാര്യം അമ്മ എന്തിനാ പറയുന്നേ? നടക്കാത്ത കാര്യങ്ങൾ നടത്തി തന്നാലോ? ഇതിലും ഭേദം അച്ഛനാ. ഒന്നുമില്ലെങ്കിലും നിരപരാധിയായ ആദ്യം ശിക്ഷിക്കാൻ പാടില്ലെന്ന് പറഞ്ഞില്ലേ? ആ മനുഷ്യൻ കാണിച്ച മര്യാദ പോലും അമ്മ എന്താ കാണിക്കാത്തത്? ഞാനൊരു അമ്മയായതുകൊണ്ട് ആര് ചതിച്ചിട്ടാണെങ്കിലും നിന്നെ രക്ഷപ്പെടുത്തണമെന്ന ആഗ്രഹമുള്ളതുകൊണ്ട്. അതിന് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ലെങ്കിലോ? എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാൻ നമുക്ക് നാണമില്ലേ? ഇല്ല, ഒട്ടുമില്ല. പക്ഷെ എനിക്കുണ്ട്. മറ്റൊരാളുടെ കുഞ്ഞിനെയും ചുമന്നുകൊണ്ട് ഒരാളെ ചതിക്കാൻ. ഇതിലിപ്പോ ചതിയുടെ വിഷയം എന്താ? ആദ്യക്കറിയില്ലേ ഇത് അവന്റെ കുഞ്ഞല്ലെന്ന്? എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ അവൻ നിന്നെ സ്നേഹിക്കുന്നത്. അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അമ്മയോട് ആര് പറഞ്ഞു? ഇതൊക്കെ ആരെങ്കിലും പറയണോ? ദേ, അവൻ നിന്നെ വെറുതെ സ്നേഹിക്കല്ല. നീ എന്ന് പറഞ്ഞാൽ അവന് ഭ്രാന്താ. അല്ലെങ്കിൽ പിന്നെ ലോകത്ത് ആരെങ്കിലും ഇങ്ങനെ സ്വന്തം ജീവിതം പോലും വേണ്ടാന്ന് വെച്ച് ഒരുത്തിയുടെ പിന്നാലെ നടക്കൂ? അതിന്റെ അർത്ഥം പ്രണയം നല്ലല്ലോ. നീ ആരെയാ പഠിപ്പിക്കുന്നത്? എന്നെയോ? ഈ പ്രായം കഴിഞ്ഞിട്ട് തന്നെയാടി ഞാനും വന്നത്. ഒരാണ് പെണ്ണിനോട് കാണിക്കുന്ന ഇഷ്ടവും മമതയും എന്താണെന്ന് തിരിച്ചറിയാനുള്ള വിവരവും വിദ്യാഭ്യാസവും ഒക്കെ എനിക്കുണ്ട്. ലോകത്തെ എല്ലാ ആണും പെണ്ണും തമ്മിൽ ഒറ്റ ബന്ധമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആദിയുടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. അവന് നിന്നോട് കടുത്ത പ്രണയം തന്നെയാ. എന്റെ കൂടെ വന്നതും എന്നെ സഹായിച്ചതൊക്കെയാണ് അമ്മ അതിന് തെളിവായിട്ട് പറയുന്നെങ്കില്